ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലോറിയൽ പാരീസിൻ്റെ എക്സ്റ്റൻസീവ് കെയർ മാസ്ക് ആൻഡ് സെറം റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു പ്രൈഡ് പ്രൊമോഷനൊന്നുമല്ല, ബട്ട് ഈ ഹെയർ പ്രോഡക്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഹെയർസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഹെയറിൽ ബ്ലോ ഡ്രൈ ആണ് ചെയ്തേക്കുന്നത്. ഒരു 2.5 ഇയേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെയും ഇപ്പോഴത്തെയും എൻ്റെ ഹെയറിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ്. എൻ്റെ കുറച്ച് കേളി ഹെയർ ടൈപ്പായിരുന്നു. ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ടെക്സ്ചറാണ് എൻ്റെ ഹെയറുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പൊഴിഞ്ഞു പോകുന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പൊഴിയത്തൊന്നുമില്ല. ബട്ട് ഇങ്ങനെ ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കെയർ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സ്റ്റൻസീവ് കെയർ മാസ്ക് ആണ്. നമുക്ക് കണ്ടീഷണറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണിത്. നമ്മൾ വെറ്റ് ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് അതിൻ്റെ തന്നെ ലോറിയൽ പാരീസിൻ്റെ സെറമാണ്. ഇത് നമുക്ക് വെറ്റ് ഹെയറിലോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലോ യൂസ് ചെയ്യാം. നമ്മൾ ടിപ്പ് മുതൽ എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയും ഷൈനിങ്ങും ആയിട്ട് കിടക്കും നമ്മുടെ ഹെയർ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. അറൗണ്ട് ഒരു 800 റുപ്പീസൊക്കെ ആവും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ റുട്ടീനും എങ്ങനെയൊക്കെയാണ് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.